നമസ്കാരം, ലീജ ആൾ ഇൻ വൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ടയുടെ റെസിപ്പിയാണ്. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാനിവിടെ എള്ളുണ്ട ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. വ്യത്യസ്ത ടേസ്റ്റ് ആയത് കാരണം വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ എള്ളുണ്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ എള്ളാണ് എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 350 ഗ്രാം വലിപ്പമുള്ള ശർക്കര എടുത്തിട്ടുണ്ട്. 4 ഏലക്കായ, 3 ടേബിൾ സ്പൂൺ കപ്പലണ്ടി. ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 350 ഗ്രാം ശർക്കര കാണും, ഏകദേശ കണക്കാണ്. അതിനോടൊപ്പം തന്നെ ഒരു 3-4 ഏലക്ക എടുക്കുക. ഞാൻ വളരെ കുറച്ച് ഏലക്ക മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനോടൊപ്പം തന്നെ കപ്പലണ്ടി, വറുത്ത കപ്പലണ്ടിയാണ് 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 500 ഗ്രാം വെളുത്ത എള്ളാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കറുത്ത എള്ളാണെങ്കിലും മതിയാവും. ഞാനിവിടെ വെളുത്ത എള്ളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത എള്ളാണിത്. അഥവാ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പാറ്റി ഒന്ന് വൃത്തിയാക്കി എടുക്കുക. അതിനോടൊപ്പം തന്നെ ഈ ശർക്കര ഇടിച്ച് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു സാധനം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം എന്തെങ്കിലും വെച്ചിട്ട്. പറ്റുന്നതിൻ്റെ അത്രയും പൊടിച്ചെടുക്കുക. ഒരുപാട് വലിയ കഷ്ണങ്ങളാവാതെ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുക്കുക. മിക്സിയിലിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പൊടിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ ശർക്കരയുടെ പൊടി വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ എടുത്താലും മതിയാവും. അതിനോടൊപ്പം തന്നെ ഈ ഏലക്കയും കൂടെ ഇട്ടതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഇനി സ്റ്റൗ ഓണാക്കി ഒരു കടായി വെച്ച് കൊടുത്ത് കടായി ചൂടായതിന് ശേഷം എള്ള് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത കപ്പലണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ വറക്കാത്ത കപ്പലണ്ടി ആണെങ്കിൽ ആദ്യം കപ്പലണ്ടി പകുതി വരെ വറുത്തെടുത്തതിന് ശേഷം മാത്രമേ എള്ള് ചേർക്കാൻ പാടുള്ളൂ. ഇനിയിപ്പം നന്നായി ഒന്ന് ചൂടായതിന് ശേഷം ചെറു തീയിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. കളറ് മാറുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു സൗണ്ട് കേൾക്കും, കടുക് പൊട്ടുമ്പോഴുള്ളൊരു സൗണ്ടാണ് വരുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് കളർ നമുക്ക് ക്യാമറയുടെ ഒരു ഇതാണ് കാണാനാവുന്നില്ല, പക്ഷേ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പരുവത്തിന് ആയി വന്നിട്ടുണ്ട്. കടുക് പൊട്ടുന്നത് പോലെ ഒരു സൗണ്ട് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാൻ അല്പം വലിപ്പമുള്ള മിക്സിയുടെ ജാറാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് പകുതി ശർക്കര ചേർത്ത് കൊടുക്കാം. ചെറിയ ജാറാണെങ്കിൽ അതിനനുസരിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്, അതുകൊണ്ട് നേർ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഇനിയിപ്പം ഇതും കൂടെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. പൊടിച്ചെടുക്കുമ്പോൾ നല്ല ഇതുപോലെ ഒരു വെറ്റായിട്ട് കുറച്ച് നനവോടുകൂടി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. കറുത്ത എള്ളാണെങ്കിൽ ഇനിയും കുറച്ചുകൂടെ വെറ്റായിരിക്കും. വെളുത്ത എള്ളായത് കാരണം അധികം എണ്ണയുടെ അംശമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം, വെളുത്ത എള്ളോ കറുത്ത എള്ളോ. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഉരുട്ടുന്ന സമയത്ത് കുറച്ച് നനവോടുകൂടി വേണം ഇരിക്കാൻ. നമ്മളതുപോലെ തന്നെ പൊടിച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു അടപ്പ് കൊണ്ട് അടച്ചു വെക്കണം, ഇല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോവും. ഇനി അടുത്ത ബാച്ച് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ പൊടിച്ചെടുത്തു. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഏലക്ക വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എനിക്ക് ഏലക്കയുടെ ഒരു സ്മെല്ല് അധികം മുന്നോട്ട് നിൽക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രയാണ് ഇഷ്ടം അത്രയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നല്ല ഈസി ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഞാൻ ഈ ജാറിൽ പറ്റിയിരുന്ന ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കണം. അത്
ഷേപ്പായിട്ട് ഉരുട്ടാൻ അറിയാവുന്ന ആൾക്കാർ ഷേപ്പായിട്ട് ഉരുട്ടിയെടുക്കുക. ഏത് രീതിയിൽ ഉരുട്ടിയെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല, ഈ ഒരു രീതിയിലാണ് ഉരുട്ടിയെടുക്കുന്നത്. ഒരുവിധം നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാം ഉരുളകളാക്കി മാറ്റിയെടുക്കാം. ചെറിയ ലഡുവിൻ്റെ ഷേപ്പിൽ മാറ്റിയെടുക്കാം. കുഞ്ഞുങ്ങളൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് കഴിക്കും. മുടി കൊഴിച്ചിലുള്ളവർക്ക്, അതുപോലെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തിന്, ഞരമ്പ് രോഗങ്ങൾ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് എള്ള്. നമ്മൾ കറുത്ത എള്ളായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇല്ലെങ്കിൽ വെളുപ്പും കറുപ്പും കൂടെ സമാസമം ചേർത്തിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒരു തവണ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.